ജോസ് കെ മാണി എം പി നയിക്കുന്ന മധ്യമേഖലാ വികസന ജാഥയ്ക്ക് ഫെബ്രുവരി 10 കോതമംഗലത്ത് സ്വീകരണം നൽകുന്നതിൻ്റെ ഭാഗമായി ആന്റണി ജോൺ MLA നയിക്കുന്ന LDF കോതമംഗലം മണ്ഡലം വികസന മുന്നേറ്റ ജാഥയുടെ ഉദ്ഘാടനവും പൊതുസമ്മേളനവും വടാട്ടുപാറയിൽ മുൻ മന്ത്രിയും CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗവുമായ മുല്ലക്കര രത്നാകരൻ നിർവഹിച്ചു. പക്ഷേ കോൺഗ്രസിന്റെ പ്രത്യേകത, കോൺഗ്രസ് കേരളത്തിൽ ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നില്ല എന്നത്. നമുക്ക് കോൺഗ്രസിനും LDFിനെ തോൽപ്പിക്കണമെന്നൊക്കെ ആഗ്രഹിക്കുക. അത് ഒരു മത്സരത്തിലൊക്കെ ആകുമ്പം വ്യത്യസ്തമായ നയങ്ങൾ രൂപീകരിക്കാം, വ്യത്യസ്തമായ കാര്യങ്ങൾ പറയാം. പക്ഷെ കോൺഗ്രസ്സുകാർ ആലോചിക്കുക, നാളെ കേരളത്തിന്റെ പട്ടിണിയല്ല പ്രശ്നം, കേരളത്തിന്റെ വീടില്ലാത്തതല്ല, കേരളത്തിന്റെ വസ്ത്രമില്ലാത്തതല്ല, കേരളത്തിന്റെ മറ്റു പ്രശ്നങ്ങളല്ല. നമുക്ക് ലോകത്തിന്റെ മുമ്പിൽ കേരളത്തിനൊരു അഡ്രസ് വേണം, ഒരു അന്തസ് വേണം. അതേത് മേഖലയിൽ നിന്നാണ്? മിക്കവാറും കേരളത്തിനെ കുറിച്ച് പഠിച്ചവരെല്ലാം പറയുന്നത് ലോകത്ത് കേരളത്തിന് കിട്ടാൻ ഒരുപാട് സാധ്യതയുള്ള ഒരു ജോലി നഴ്സിംഗ് ജോലിയാണ്. കാരണം ലോകത്ത് പണമുള്ള രാജ്യങ്ങളിൽ പ്രായമായവർ കൂടുകയാണ്. അവരെ CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം R. അനിൽകുമാർ, ഏരിയ സെക്രട്ടറി KA ജോയി, CPI താലൂക്ക് സെക്രട്ടറി PT ബെന്നി, ജില്ലാ കമ്മിറ്റി അംഗം MK രാമചന്ദ്രൻ, കേരള കോൺഗ്രസ് മാണി നിയോജക മണ്ഡലം പ്രസിഡന്റ് NC ചെറിയാൻ, ഇന്ത്യൻ സോഷ്യലിസ്റ്റ് ജനതാദൾ ജില്ലാ വൈസ് പ്രസിഡന്റ് മനോജ് ഗോപി, കേരള കോൺഗ്രസ് സ്കറിയ നിയോജക മണ്ഡലം പ്രസിഡന്റ് ഷാജി പീച്ചക്കര, കോൺഗ്രസ് എസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് സാജൻ അമ്പാട്ട്, LDF നേതാക്കളായ KK ശിവൻ, സണ്ണി പുതുശ്ശേരി, ജിജി പുളിക്കൻ തുടങ്ങിയവർ സംസാരിച്ചു. അപ്പോൾ പ്രശ്നങ്ങളില്ലേ? ഉണ്ട്. നമുക്ക് ലോകത്തോട് മത്സരിക്കണം. നമുക്ക് ലോകത്തെ ജോലി ഇനിയും പലതും നേടണം. അത് അങ്ങോട്ട് പോയി നേടണ്ട. ഇന്നത്തെ ലോകത്തിൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെയും സാങ്കേതിക വിദ്യയുടെയും സയൻസിൻ്റെയും വളർച്ച അനുസരിച്ച് നമുക്ക് കോതമംഗലത്തിരുന്ന് അമേരിക്കയുടെ ജോലി ചെയ്യാം. നമ്മുടെ ഉൽപ്പന്നം കൊണ്ട് നമുക്ക് ലോകത്തെ കീഴടക്കാം. അപ്പൊ അതിന് തക്ക തരത്തിൽ കേരളം വളരണമെങ്കിൽ അതിന് തക്ക തരത്തിൽ ഒരു രാഷ്ട്രീയം ഉണ്ടാകും. ആ രാഷ്ട്രീയമാണ് സത്യസന്ധതയുടെ രാഷ്ട്രീയം. വെള്ളം ചേർക്കാത്ത പാല് പോലെ മായം ചേർക്കാത്ത വാർത്തയുണ്ടാവും, രാഷ്ട്രീയം ഉണ്ടാവും, ശരിയായ അറിവുണ്ടാവും.